ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭ ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ 2023. ഐക്യരാഷ്ട്രസഭ 2023 മില്ലറ്റ്സ് ഇയർ ചെറുധാന്യ വർഷമായി ആചരിക്കുന്നു. അപ്പോ 2024 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? നമ്മുടെ ആൻസർ 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2025 ഐക്യരാഷ്ട്രസഭ ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ യുഎന്നിന്റെ ചെറുധാന്യ വർഷം മില്ലറ്റ്സ് ഇയർ 2023, 2024 ഒട്ടക വർഷം, 2025 ഹിമാനി സംരക്ഷണ വർഷം. അടുത്ത ചോദ്യം: തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഗൂഗിളിന് പകരമായി ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടാണ് ChatGPT. ഇനി ബംഗ്ലാദേശിലെ ആദ്യ മെട്രോ റെയിൽ നിലവിൽ വന്ന നഗരം ധാക്ക. 1, 2 ശരി, നണ്ണ. അപ്പൊ ഗൂഗിളിന് പകരമായി ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ട് GPT ആണ്. ChatGPT ശരിയാണ്. ബംഗ്ലാദേശിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ സംവിധാനം നിലവിൽ വന്നു. ധാക്കയിലാണ് മെട്രോ റെയിൽ നിലവിൽ വന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മെട്രോ എവിടെയാണ് വന്നത്? കൊൽക്കത്തയിലാണ്. കേരളത്തിലെ ആദ്യ മെട്രോ നിലവിൽ വന്നത് എവിടെ? കൊച്ചിയിലാണ്. ഇപ്പൊ രണ്ടാമത്തെ മെട്രോ വരാൻ പോകുന്നു. എവിടെയാണ്? തിരുവനന്തപുരത്താണ് രണ്ടാമത്തെ കേരളത്തിലെ മെട്രോ വരാൻ പോകുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുരങ്കം, വാട്ടർ തുരങ്കത്തിന്റെ മെട്രോ വരുന്നതോ? അത് കൊൽക്കത്തയിലാണ്. അപ്പോ മെട്രോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്തയാണ്. രണ്ടാമത്തെ മെട്രോ ഡൽഹി മെട്രോ ആണ്. മൂന്നാമത്തെ മെട്രോ ബാംഗ്ലൂർ മെട്രോ ആണ്. നാലാമത്തെ മെട്രോ ഗുർഗാവോൺ മെട്രോ ആണ്. ഇനി ചോദ്യം ഇതാണ്: പൗരാവകാശ പ്രക്ഷോഭങ്ങൾ തുടരുന്ന ഇറാനില് വധശിക്ഷ ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഇറാനില് പൗരാവകാശ പ്രക്ഷോഭങ്ങളുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് മഹ്ദി ബമ്മൻ. 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. ഇത് പലർക്കും ഉത്തരം കൺഫ്യൂഷൻ ആകും. നമ്മുടെ ഉത്തരം കോഴിക്കോടാണ്. 61ാമത് സ്കൂൾ കലോത്സവം നടന്നത് 2023ലാണ്. ഇതിന്റെ വേദി കോഴിക്കോടാണ്. വിന്നറും കോഴിക്കോട് തന്നെയാണ്. എന്നാൽ 62ാമത് സ്കൂൾ കലോത്സവം നടന്നത് 2024ലാണ്. ജനുവരി 4. ഇതിന്റെ സമാപന സമ്മേളനത്തിൽ അതിഥിയായി പങ്കെടുത്തത് നമ്മുടെ മമ്മൂട്ടിയായിരുന്നു. കൊല്ലം ജില്ലയായിരുന്നു ഇതിന്റെ വേദി. ഇതാണ് പലർക്കും ഇപ്പോൾ ഓർമ്മ നിൽക്കുന്നത്. കാര്യം ഈ അടുത്ത സമയത്ത് നടന്നത് 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. കൊല്ലമായിരുന്നു വേദി. വിന്നർ ആരാണ്? വിന്നർ കണ്ണൂര. രണ്ടാം സ്ഥാനം കോഴിക്കോടും മൂന്നാം സ്ഥാനം പാലക്കാടുമാണ്. അപ്പൊ 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കോഴിക്കോട്, വിന്നറും കോഴിക്കോട്. 62ന്റെ വേദി കൊല്ലം, വിന്നർ കണ്ണൂര്, രണ്ടാം സ്ഥാനം കോഴിക്കോട്, മൂന്നാം സ്ഥാനം പാലക്കാട്. രാജ്യത്തെ പ്രഥമ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി. രാജ്യത്തെ പ്രഥമ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി. ആൻസർ കണ്ണൂര. രാജ്യത്തെ പ്രഥമ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ഉത്തരം കണ്ണൂര. മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജയന്തിയാണ് 2024 ആഘോഷിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 ജനിച്ചത്. എല്ലാ വർഷവും ജനുവരി 2 മന്നം ജയന്തിയായി ആചരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ജന്മദിനം. അപ്പോ 2024 147ാമത്തെ ജന്മദിനാഘോഷമാണ്. ജനുവരി 2. 2023 146ാം ജന്മദിന ആഘോഷമായിരുന്നു. 1947 ഇദ്ദേഹം മുതുകുള പ്രസംഗം നടത്തിയത്. നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ സ്ഥാപക നേതാവാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെടുന്നതും നമ്മുടെ മന്നത്ത് പത്മനാഭനെയാണ്. ഈ മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 ജനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ 1970 ഫെബ്രുവരി 25 ഇദ്ദേഹം അന്തരിച്ചത് കൂടി ഓർക്കാം. 1970 ഫെബ്രുവരി 25 അന്തരിച്ചത്.
കേരള സർക്കാർ ഓഫീസ് ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ്, അതായത് നമ്മുടെ കൈ വിരല് വെച്ചിട്ട് നമ്മൾ വന്നു എന്ന് കാണിക്കുന്നു, ജനുവരി 3 2023. ജനുവരി 3, 2023. വളർത്തുമൃഗങ്ങൾക്കായുള്ള അടിയന്തര ചികിത്സയ്ക്കായി ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? വളർത്തുമൃഗങ്ങൾക്കായുള്ള അടിയന്തര ചികിത്സ ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ടോൾ ഫ്രീ നമ്പർ 1962. 2023 കേന്ദ്രത്തിന്റെ സ്വദേശി ദർശൻ പദ്ധതി ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. 2023 കേന്ദ്രത്തിന്റെ സ്വദേശി ദർശൻ പദ്ധതി ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകം, ബേപ്പൂര്. ബേപ്പൂർ സിംഹം എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ ആരംഭിച്ചു. ഇതിന്റെ പേരാണ് ആകാശമിഠായി. ഒരു സ്മാരകം പണിതു, ഇതിന്റെ പേരാണ് ആകാശമിഠായി. അടുത്ത ചോദ്യം ഉത്തരം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളം സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. എന്നാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്? പഠിച്ചു വെക്കുക. 2007 2023 ജനുവരി 7. 2023 ജനുവരി 7 കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. എല്ലാ അംഗങ്ങൾക്കും ബാങ്ക് ഉണ്ട്, എല്ലാ അംഗങ്ങൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇനി നമ്മളുടെ ചോദ്യം, വാൾ ഓഫ് പീസ് ഈ ചുമർ ചിത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാൾ ഓഫ് പീസ്. ഉത്തരം പാലക്കാട് ജില്ലയിലാണ് വാൾ ഓഫ് പീസ് എന്ന ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്, ചെർപ്പളശ്ശേരി. നമ്മുടെ GI ടാഗ് ലഭിച്ച, ഭൗമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകരയിലെ എള്ളിനത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. വാൾ ഓഫ് പീസ് പാലക്കാട്. അടുത്തത്, കേരളത്തിലെ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് മലപ്പുറം ജില്ല, ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ല. ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ല. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഇനി ഭിന്നലിംഗ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം, സ്ത്രീ വോട്ടർമാർ കൂടുതൽ മലപ്പുറം, വോട്ടർമാർ കുറവ് വയനാട്, ഭിന്നലിംഗ വോട്ടർമാർ കൂടുതൽ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യത്തിന്റെ പടം കാണണോ? ഉത്തരം പറയാം, ഗോലാണ്. ഇനി പടം കാണിക്കാം. ഇതാണ് ഗോൽ ഫിഷ്, പ്രോട്ടോനീബിയ ഡയാകാന്തസ്. ഇതാണ് ഗോൽ ഫിഷ്. സംസ്ഥാന മത്സ്യത്തെ പ്രഖ്യാപിച്ചു. ആരാണ് പ്രഖ്യാപിച്ചത്? ഗുജറാത്ത്. ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് ഗോൽ ഫിഷ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇസ ഫൗണ്ടേഷൻ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ്? ഇസ ഫൗണ്ടേഷൻ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത് ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് അറിയപ്പെടുന്നത് ടെസ്സി തോമസിനെയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നദീതട മാനേജ്മെന്റ് സംരംഭത്തിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക നദി ഏതാണ്? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നദീതട മാനേജ്മെന്റ് സംരംഭം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നദി ചൂർണി എന്നും അറിയപ്പെടുന്ന പെരിയാർ, പൂർണ്ണ എന്ന് വിളിക്കുന്ന പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി, ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കുന്ന നദി പെരിയാർ. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ഗാംഗുലിയാണ്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗാംഗുലിയാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി നിഷാനി പാകിസ്ഥാൻ ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? നിഷാൻ ഇ പാകിസ്ഥാൻ ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാർ ആരാണ്? നമ്മുടെ ഉത്തരം സെയ്ദിന അലി ഖാദർ മുഫദ്ദൽ സൈഫുദ്ദീൻ. സെയ്ദിന അലി ഖാദർ മുഫദ്ദൽ സൈഫുദ്ദീൻ ആണ്. ഇദ്ദേഹം അലിഗഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അലിഗഡ് സർവകലാശാല ചാൻസലറാണ്. അപ്പോ ഈ നിഷാനി
പാകിസ്ഥാൻ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെ? മൊറാർജി ദേശായിക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മൊറാർജി ദേശായി. 91-ൽ ഭാരതരത്നയും നിഷാനി പാകിസ്ഥാൻ 90-ലും ഇദ്ദേഹത്തിന് കിട്ടി. ഓക്കെയാണ്. മൊറാർജി ദേശായിക്ക് എന്ത് കിട്ടി? നിഷാനി പാകിസ്ഥാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടു സെയ്ദിന അലി ഖാദർ മുഫദ്ദൽ സൈഫുദ്ദീനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നിഷാനി പാകിസ്ഥാൻ ബഹുമതി ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? അത് മൊറാർജി ദേശായി ആണ്. ഓക്കെയാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞത് മുഫദ്ദൽ സൈഫുദ്ദീനെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകണം. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് ആരാണ്? കേരളം, സർവീസസ്, റെയിൽവേസ്, ഗോവ. നമ്മുടെ ആൻസർ സർവീസസിനാണ് 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചത്. സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചത് ആർക്കാണ്? സർവീസസിനാണ്. ആൻസർ സർവീസസ്. അപ്പോ റണ്ണറപ്പ് ആരായിരുന്നു? ഗോവയായിരുന്നു റണ്ണറപ്പ്. ഗോവ റണ്ണറപ്പ്. അപ്പൊ 2023-24 സന്തോഷ് ട്രോഫി 77-ാമത്തെ മത്സരമായി. 77-ാമത്തെ മത്സരമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, പട്ടികജാതി ദേശീയ കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? പട്ടികജാതി ദേശീയ അധ്യക്ഷൻ. നമ്മുടെ ഉത്തരം കിഷോർ മക്വാന. പട്ടികജാതിയും പട്ടികവർഗ കമ്മീഷന്റെയും ദേശീയ കമ്മിറ്റി അധ്യക്ഷൻ ഒരു സ്ഥിരം ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഉത്തരം കിഷോർ മക്വാന. കിഷോർ മക്വാന. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത എവിടെ? നമ്മുടെ ആൻസർ അരുണാചൽ പ്രദേശ്. ആൻസർ എന്താണ്? അരുണാചൽ പ്രദേശ് ആണ്. ഉത്തരം അരുണാചൽ പ്രദേശ്. ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഇപ്പോൾ പഠിച്ചത് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഉത്തരം ഇന്ദ്രൻസ് ആണ്. ഉത്തരം എന്താണ്? ഇന്ദ്രൻസ് ആണ്. ക്ലിയർ ആണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പുരസ്കാരം പറഞ്ഞില്ലേ, നിഷാനി പാകിസ്ഥാൻ എന്ന പുരസ്കാരം. അപ്പൊ ഈ ഒരു പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൊറാർജി ദേശായിക്കാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഗുലാം ഇഷാഖ് ഖാന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ. പിന്നെ അലി ഗീലാനി കാശ്മീർ. അപ്പൊ ഇവർക്കൊക്കെയാണ് ഈ പുരസ്കാരം ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ളത്. 2020-ലാണ് അലി ഗിലാനിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ മൊറാർജി ദേശായിയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഭാരതരത്നയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉയർന്ന ബഹുമതിയും ലഭിച്ചിട്ടുള്ള വ്യക്തി ആര് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെയാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോ നമ്മൾ പുതിയൊരാളെ കൂടി പഠിക്കുന്നു, സെയ്ദിന അലി ഖാദർ മുഫദ്ദൽ സൈഫുദ്ദീൻ. ഇദ്ദേഹം എത്രാമത്തെ ഇന്ത്യക്കാരനാണ്? ഇദ്ദേഹം 4ാമത്തെ ഇന്ത്യക്കാരനാണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നീർജ ബാനോട്ടിനെ കേട്ടിട്ടുണ്ടോ? നീർജ ബാനോട്ട്. പിന്നെ നമ്മൾ ദിലീപ് കുമാറിനെ ഓർത്തു വെക്കുക. ദിലീപ് കുമാർ 1998 ദിലീപ് കുമാർ. പിന്നെ സെയ്ദ് അലി ഷാ ഗീലാനി. 2023 ഇപ്പോൾ ലഭിച്ചതാണ് സെയ്ദിന മുഫ്തൽ സൈഫുദ്ദീൻ. ക്ലിയർ ആണ്. ഇത്രയും പേർക്കാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.